2019 സ്കീമിന്റെ ജാവ പ്രോഗ്രാമിംഗ് ഓഡ് ആൻഡ് ജാവ ഒബ്ജക്ട് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ജാവ. അങ്ങനെ ഒരു പേര് വരാൻ കാരണം കൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് ഫസ്റ്റ് 2 പാരഗ്രാഫ് ആ സിലബസ് ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാകും. ഫസ്റ്റ് 2 പാരഗ്രാഫ് വന്നിട്ട് ഒബ്ജക്ട് ഓറിയന്റഡ് അനാലിസിസ് അങ്ങനെ ഒരു സബ്ജക്ട് വേറെ ഉണ്ട്. ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് കുറച്ച് പാർട്സ് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതാണ് ഒബ്ജക്ട് ഓറിയന്റഡ് അനാലിസിസ് എന്ന് പറയാൻ കാരണം. ഓക്കെ, സോ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് UML ഡയഗ്രാം, അതുപോലെ സോഫ്റ്റ്വെയർ ഡിസൈൻ, ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ, ഒബ്ജക്ട് ഓറിയന്റഡ് ഡിസൈൻ. ഈ പോർഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് മൊഡ്യൂളിന്റെ 3rd പാരഗ്രാഫ് ഉണ്ടല്ലോ, അവിടെ മുതൽ താഴേക്കാണ് ജാവ പ്രോഗ്രാമിംഗ്, ജാവ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് കാര്യമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലൂടെ എന്തൊക്കെയാണ് ഈ ഒരു സബ്ജക്ട് ത്രൂ ഔട്ട് ആയിട്ട് പഠിക്കാനുള്ളത്, ഓരോ മൊഡ്യൂളിനകത്തും വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻസും അതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജാവ പ്രോഗ്രാമിംഗിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒബ്ജക്ട് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈൻ, ഈ ടോപ്പിക്സിനകത്ത് നിന്നുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അതിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഫസ്റ്റ് ടോപ്പിക് സോഫ്റ്റ്വെയർ ഡിസൈൻ, ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ, ഒബ്ജക്ട് ഓറിയന്റഡ് ഡിസൈൻ. ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഫോളോ ചെയ്യുന്ന ഡിസൈൻ സ്ട്രാറ്റജിയാണ് ഏതർ സോഫ്റ്റ്വെയർ നമുക്ക് ഫംഗ്ഷൻ ഓറിയന്റഡ് ഡിസൈൻ യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഒബ്ജക്ട് ഓറിയന്റഡ് ഡിസൈനിലൂടെയും ചെയ്യാം. ഓക്കെ, പക്ഷേ ഈ ഒബ്ജക്ട് ഓറിയന്റഡ് ഡിസൈൻ ആണ് പലപ്പോഴും മിക്കവരും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനും ഉള്ളത്. ഓക്കെ, ഇവിടെ ഒബ്ജക്ട് ഓറിയന്റഡ് ഡിസൈനിനകത്ത് ആദ്യം എന്താണ് ഈ ഒബ്ജക്ട് ഓറിയന്റഡ് കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കണം. ഒബ്ജക്ട് ഓറിയന്റഡ് കോൺസെപ്റ്റ്: ഒബ്ജക്ട്, ക്ലാസ്, പോളിമോർഫിസം, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഡാറ്റ എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, ഡൈനാമിക് ബൈൻഡിംഗ്, മെസ്സേജ് പാസിംഗ്. സോ ഒബ്ജക്ട് ഓറിയന്റഡ് കോൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനകത്ത് ഡാറ്റ എൻകാപ്സുലേഷൻ, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്, ഈ 3 പേരാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഈ 3 പേരെ വളരെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. അവരുടെ ഡിഫറൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഡാറ്റ എൻകാപ്സുലേഷൻ അവരുടെ ഡിഫറൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ജാവ പ്രോഗ്രാമിംഗ് ഒക്കെ എഴുതുന്ന സമയത്ത് ജാവയുടെ ഫർദർ മൊഡ്യൂൾസിനകത്തൊക്കെ നമുക്ക് ഈ ആൾക്കാരെയൊക്കെ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ട്. സോ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. UML ഡയഗ്രാംസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഡയഗ്രാംസ് ആണ്. നമ്മളൊരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് പലപ്പോഴും ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഒബ്ജക്ട് ഓറിയന്റഡ് കോൺസെപ്റ്റിൽ ഫോളോ ചെയ്യുന്ന ഡയഗ്രാമാണ് UML ഡയഗ്രാം. അതിനകത്ത് ഒത്തിരി ഡയഗ്രാംസ് ഉണ്ട്, പക്ഷെ നിങ്ങളുടെ സിലബസിലെ എല്ലാ ഡയഗ്രാംസും പഠിക്കാനില്ല. പ്രീവിയസ് സ്കീമിനകത്താണെങ്കിൽ യൂസ് കേസ് ഡയഗ്രാം ആയിരുന്നു പ്രയോറിറ്റി കൂടുതൽ. എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത് ഒരു യൂസ് കേസ് ഡയഗ്രാം വരയ്ക്കാനായിരുന്നു. ഇത്തവണ 1-2 ഡയഗ്രാംസ് കൂടെ എക്സ്ട്രാ പഠിക്കാൻ വരുന്നുണ്ട്. ക്ലാസ് ഡയഗ്രാം, യൂസ് കേസ് ഡയഗ്രാം ഇത് പ്രീവിയസ് സ്കീമിനകത്ത് ഉണ്ടായിരുന്നതാണ്. ഇത് കൂടാതെ ഇന്ററാക്ഷൻ ഡയഗ്രാം, ആക്ടിവിറ്റി ഡയഗ്രാം, സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാം, ഇങ്ങനെ കുറച്ച് ഡയഗ്രാംസും കൂടെ പുതുതായിട്ട് 2019 സ്കീമിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്കീമിൽ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡയഗ്രാംസിന് ഒരു പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുക. കാരണം മുൻവർഷങ്ങളിൽ ഇല്ലാതിരുന്ന ഡയഗ്രാംസ് ഈ സ്കീമിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, സോ യൂസ് കേസ് ഡയഗ്രാം മുൻവർഷങ്ങളിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ യൂസ് കേസ് ഡയഗ്രാമിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെനാരിയോ കാണും. ആ സെനാരിയോ വായിച്ച് മനസ്സിലാക്കി അതിന്റെ ഒരു യൂസ് കേസ് ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുന്ന, മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് യൂസ് കേസ് ഡയഗ്രാം. ഞാൻ പറഞ്ഞു, ഇത് കൂടാതെ പുതിയ ഡയഗ്രാംസും കൂടെ ഒന്ന് റഫായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഇതിന്റെയൊക്കെ സെനാരിയോസ് നമുക്ക് കിട്ടും. ഇതിന്റെയൊക്കെ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻസ് ഒക്കെ നമുക്ക് ഒത്തിരി എക്സാമ്പിൾസ് ഗൂഗിളിൽ അവൈലബിൾ ആണ്. ഓക്കെ, മൊഡ്യൂൾ 1 ഷുവർ ആയിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. സോ ഡയഗ്രാംസ് മസ്റ്റ് ആയിട്ട് പഠിക്കാം. മൊഡ്യൂൾ 1 ലാസ്റ്റ് പാരഗ്രാഫ് ആണ് ജാവ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മുതലാണ്. ഓക്കെ, അവിടെ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് ജാവയാണ്. പ്രേമം സിനിമ റിലീസ് ആവുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ കേട്ട് തുടങ്ങിയ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ജാവ വളരെ സിമ്പിൾ ആണ്, പവർഫുൾ ആണ്, റോബസ്റ്റ് ആണ്. ഓക്കെ, ഇത് കൂടാതെ ഇങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. ഇത്തരത്തിലുള്ള കുറെ ഫീച്ചേഴ്സ് ജാവ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനുണ്ട്. അത് രസയാക്കി പഠിക്കാൻ മറക്കണ്ട.
മൊഡ്യൂൾ 1ന്റെ എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ കഴിഞ്ഞു. പാർട്ട് ബിക്കകത്ത് പോകുമ്പോൾ 11, 12 ഈ 2 ക്വസ്റ്റ്യൻസും മൊഡ്യൂൾ 1നകത്ത് നിന്ന് ചോദിക്കുന്ന എസ്എ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഞാൻ മുന്നേ പറഞ്ഞ ഡയഗ്രാംസ്, UML ഡയഗ്രാംസും അതുപോലെ തന്നെ ജാവയുടെ ഫീച്ചേഴ്സും ആയിരിക്കാം. ഇനി മൊഡ്യൂൾ 1ൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ്. ഒത്തിരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2019 സ്കീം ആയപ്പോൾ ഈ ഷോർട്ട് ക്വസ്റ്റ്യൻസ് എവിടെ വേണമെങ്കിലും ചോദിക്കാവുന്ന സിറ്റുവേഷനെ പാർട്ട് എയിൽ മാത്രമല്ല പാർട്ട് ബിക്കകത്ത് 5 മാർക്കിനും 6 മാർക്കിനും ഒക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും എന്നുള്ളൊരു ചാൻസ് ഉണ്ട്. സോ ഷോർട്ട് ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണം. എസ്എക്കകത്ത് സ്പ്ലിറ്റ് ചെയ്തൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒത്തിരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് എഴുതി വെക്കുക. പരമാവധി ആ ടോപ്പിക്സ് ഒക്കെ പഠിച്ചു പോവുക. നമുക്ക് ഈ സബ്ജക്ട് ഒരിക്കലും ഓർഡർ മാറ്റി പഠിക്കാൻ പറ്റത്തില്ല. മൊഡ്യൂൾ 1, 2, 3, 4, 5 മൊഡ്യൂൾ വൈസ് മാത്രമേ ഈ സബ്ജക്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ ആദ്യത്തെ 1, 2, 3 മൊഡ്യൂൾസ് ഒക്കെ പഠിക്കുമ്പോൾ ഒരിക്കലും ഒരു കോംപ്രമൈസിന് പോകാതെ തന്നെ എല്ലാ ടോപ്പിക്സും കൃത്യമായി പഠിക്കണം. ഓക്കെ, സോ ഇവിടുത്തെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ JRE, JDK, JVM, JIT കമ്പൈലർ, JRE ജാവ റൺ ടൈം എൻവയോൺമെന്റ്, JDK ജാവ ഡെവലപ്മെന്റ് കിറ്റ്, JVM ജാവ വെർച്വൽ മെഷീൻ, JIT ജസ്റ്റ് ഇൻ ടൈം കമ്പൈലർ, അതുപോലെ ബൈറ്റ് കോഡ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതൊക്കെ ആദ്യം തന്നെ പഠിച്ചു. ജാവയ്ക്കകത്ത് 3 ടൈപ്സ് ഓഫ് കോമന്റ്സ് ഉണ്ട്. നമ്മൾ സാധാരണ സിക്കകത്ത് കോമന്റ്സ് എഴുതിയിരുന്നത് സിംഗിൾ ലൈൻ കോമന്റ്സ്, മൾട്ടി ലൈൻ കോമന്റ്സ് ആയിരുന്നു. പക്ഷെ ജാവയിൽ ഇത് കൂടാതെ ഒരാൾ കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്, ഡോക്യുമെന്റേഷൻ കോമന്റ്. ഓക്കെ, മൾട്ടി ലൈൻ കോമന്റ് തന്നെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഡോക്യുമെന്റേഷൻ കോമന്റ്. ഓക്കെ, ജാവയിൽ അങ്ങനെ 3 ടൈപ്സ് ഓഫ് കോമന്റ്സ് ഉണ്ട്. അതുകൂടി പഠിച്ചു വെക്കണം. ഇനി ജാവ ടോക്കൺസ്. ജാവ ടോക്കൺസ് എന്നൊരു ടോപ്പിക് ആക്ച്വലി എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തും തുടക്കത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ് ടോക്കൺസ്. ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ടോക്കൺസ് ആണ്. നിങ്ങളുടെ സിലബസിനകത്ത് ജാവ ടോക്കൺസ് എന്നൊരു ടോപ്പിക് ഒരിടത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. ഇതിൽ ലിറ്ററൽസ്, ഓപ്പറേറ്റേഴ്സ് ഇതൊക്കെ സെക്കൻഡ് മൊഡ്യൂളിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മറ്റുള്ള ആൾക്കാരെ കുറിച്ച് മൊഡ്യൂൾ 1നകത്തും 2നകത്തൊന്നും പറഞ്ഞിട്ടില്ല എന്ന് കരുതി ചോദിക്കില്ല എന്ന് കരുതണ്ട, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കീവേഡ്സും ഐഡന്റിഫയേഴ്സ് ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷെ ഐഡന്റിഫയേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഐഡന്റിഫയേഴ്സിന്റെ റൂൾസിൽ സി പ്രോഗ്രാം പോലെയല്ല, ചെറിയൊരു മോഡിഫിക്കേഷൻ അവിടെയും വരുന്നുണ്ട്. സോ അതുകൂടെ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഐഡന്റിഫയേഴ്സ് ഇവിടെ ഡോളർ സൈനും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സിക്കകത്ത് അണ്ടർസ്കോർ മാത്രമായിരുന്നു സ്പെഷ്യൽ സിംബൽസിൽ സപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷെ ജാവ ആയപ്പോൾ അണ്ടർസ്കോറും ഡോളറും കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം കൂടെ ജാവയിൽ അഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 1നെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇത്രയും ടോപ്പിക്സ് പഠിക്കാനായിട്ട് അതിൽ ആ UML ഡയഗ്രാംസിന്റെ എക്സാമ്പിൾസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി ടോപ്പിക്സ് എല്ലാം കൂടെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് 3 hours മാക്സിമം മതിയാകും. എന്റെ ഒരു സജഷൻ പറയാം, UML ഡയഗ്രാംസ് നിങ്ങൾ കണ്ടിന്യൂസ് ഒരുമിച്ച് പഠിക്കരുത്. അത് നിങ്ങൾക്ക് ബോറായിട്ട് ഫീൽ ചെയ്യും. ഈ സബ്ജക്ട് ഒന്ന് വെറുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എല്ലാ ഡയഗ്രാംസും കൂടെ ഒരുമിച്ച് പഠിക്കേണ്ട, അത് കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓരോ ഡയഗ്രാംസ് ആയിട്ട് പലപ്പോഴായിട്ട് പഠിച്ചു പോവാം. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി. 2ലേക്ക് കിടക്കുമ്പോൾ മൊഡ്യൂൾ 2നകത്ത് ആദ്യം പഠിക്കേണ്ടത് ഡാറ്റ ടൈപ്സ്. ഡാറ്റ ടൈപ്സ് 8 ഡാറ്റ ടൈപ്സ് ആണ് ജാവയിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനെ 4 ഗ്രൂപ്പിലായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എസ്സേ ആക്കി ആദ്യം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓരോ ആൾക്കാർ ഇൻഡിവിജ്വലി ചോദിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ക്വസ്റ്റ്യനിലും എഴുതാം, അല്ലെങ്കിൽ ഒരു എസ്സേ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ്സേ ആയിട്ട് തന്നെ എഴുതാനും പറ്റും. സോ അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ആദ്യമേ പഠിച്ചു വെക്കാം. ഇനി ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓപ്പറേറ്റേഴ്സും ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് പഠിച്ചു വെക്കാം. ഇങ്ങനെ എസ്സേ ആയിട്ട് പഠിച്ചു വെക്കുമ്പോൾ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഏതെങ്കിലും ടോപ്പിക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ഷോർട്ട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. കൂടാതെ നമുക്ക് ഒരു എസ്സേയും കവർ ചെയ്ത് പോകാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ സിക്കകത്ത് പഠിച്ചതുപോലെ തന്നെ ജാവയ്ക്കകത്ത് വരുന്നുണ്ട്. പക്ഷെ ചെറിയൊരു വ്യത്യാസം വരുന്നത് ജംപ് സ്റ്റേറ്റ്മെന്റ്സിലാണ്. സോ ആ ജംപ് സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് കൃത്യമായിട്ട് നോക്കുക. ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ, റിട്ടേൺ ഇങ്ങനെയായിരുന്നു സിക്കകത്ത് പഠിച്ചിരുന്നെങ്കിൽ ജാവയ്ക്കകത്ത് ഗോ ടു ഇല്ല. ഗോ ടു എന്ന കീവേഡിന് പകരം ബ്രേക്ക് തന്നെയാണ് 2 പർപ്പസും ഹാൻഡിൽ ചെയ്യുന്നത്. സോ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കുക. അത് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇനി കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ മറ്റുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകണ്ട. അറേസ് പഠിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അറേസിനകത്ത് ഡൈനാമിക് ആണ്. സിക്കകത്ത് അറേസ് പഠിച്ച സമയത്ത് സ്റ്റാറ്റിക് ആയിരുന്നു, പക്ഷെ ജാവയിൽ ഡൈനാമിക് ആയി. സോ അതിന്റെ സിന്റാക്സും അറേ ക്രിയേഷൻ പല രീതിയിൽ നമുക്ക് അറേന്റെ സിന്റാക്സ് എഴുതാൻ പറ്റും. അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ ഒരു പ്രോഗ്രാം കൂടെ ഒന്ന് പഠിച്ചു വെക്കണം. ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സിനെക്കാട്ടിലും പ്രയോറിറ്റി കൂടുതൽ ഇനി വരുന്ന ടോപ്പിക്സിനാണ്. ക്ലാസ് കോൺസെപ്റ്റ്, ഹൗ ടു ക്രിയേറ്റ് എ മെത്തേഡ്, ഹൗ ടു റിട്ടേൺ എ വാല്യൂ ഫ്രം എ മെത്തേഡ്, ഹൗ ടു ക്രിയേറ്റ് എൻ ഒബ്ജക്റ്റ്,
ഒബ്ജക്റ്റിനകത്തേക്ക് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നത്, അതുപോലെ ഒരു ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുന്ന കേസസ്, കൺസ്ട്രക്ടേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസ്ട്രക്ടേഴ്സ്, മെത്തേഡ് ഓവർലോഡിംഗ്, കൺസ്ട്രക്ടർ ഓവർലോഡിംഗ്. ഇതിനകത്ത് ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യാതെ, ഇതിനകത്ത് റിട്ടേണിംഗ് ഒബ്ജക്ട്സും പാസിംഗ് ഒബ്ജക്ട്സ് പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ബാക്കി ടോപ്പിക്സ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ മസ്റ്റ് ആയിട്ട് പഠിക്കണം. കാരണം ഇതൊരു ബേസ് ആണ്. ഈ ടോപ്പിക്സ് നിങ്ങൾക്ക് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി ടോപ്പിക്സ് ഒന്നും പഠിക്കാൻ പറ്റും. ഞാൻ ഇതുവരെ പറഞ്ഞ ടോപ്പിക്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഈ സബ്ജക്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് പാസ് ആകാനെങ്കിലും പറ്റത്തുള്ളൂ. സോ മൊഡ്യൂൾ 1 and 2 ഒരു കോംപ്രമൈസ് ഇല്ലാതെ ഇത്രയും ടോപ്പിക്സ് മസ്റ്റ് ആയിട്ട് പഠിക്കാം. മൊഡ്യൂൾ 2 ഫിനിഷ് ആയിട്ടില്ല. മൊഡ്യൂൾ 2 ബാക്കി വരുന്നുണ്ട്. ഇൻഹെറിറ്റൻസ് ഉണ്ട്, മെത്തേഡ് ഓവർ റൈഡിംഗ് ഉണ്ട്. അപ്പൊ അതും ഇതുപോലെ മസ്റ്റ് ആയിട്ട് പഠിക്കണം. മൊഡ്യൂൾ 2 എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇൻഹെറിറ്റൻസ് ചോദിക്കാം, മെത്തേഡ് ഓവർ ലോഡിംഗ് ചോദിക്കാം, മെത്തേഡ് ഓവർ റൈഡിംഗ് ചോദിക്കാം, ക്ലാസ് കോൺസെപ്റ്റ് ചോദിക്കാം, പിന്നെ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇത്രയും എസ്സേ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒത്തിരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഈ പറഞ്ഞവ കൂടാതെ കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് കൂടെ വരാൻ ചാൻസ് ഉള്ളത് കുറച്ച് കീവേഡ്സ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കീവേഡ്സ് ഉണ്ട്. ഒരാള് സൂപ്പർ കീവേഡ്, അതുപോലെ ദിസ് കീവേഡ്, ഫൈനൽ കീവേഡ്. ഫൈനൽ കീവേഡിനൊക്കെ 3 യൂസസ് വരുന്നുണ്ട്. കോൺസ്റ്റന്റ് ആക്കാൻ യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഓവർ റൈഡിംഗ് പ്രിവെന്റ് ചെയ്യാൻ യൂസ് ചെയ്യാം, അതുപോലെ ഇൻഹെറിറ്റൻസ് പ്രിവെന്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. അങ്ങനെ ഡിഫറെന്റ് യൂസസ് ഉണ്ട്. മൊഡ്യൂൾ 2 പഠിക്കുന്ന സമയത്ത് ഓരോ ടോപ്പിക്കിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഗ്രാംസ് പഠിച്ചു പോവുക. ഇപ്പൊ ക്ലാസ് കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ ക്ലാസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു പ്രോഗ്രാം എഴുതി തന്നെ പഠിക്കണം. മൊഡ്യൂൾ 2 കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മൊഡ്യൂൾ 3 പഠിക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതിനകത്ത് ആകെ പഠിക്കാനുള്ളത് 4 ടോപ്പിക്സ് ആണ്. പാക്കേജസ്, ഇന്റർഫേസസ്, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട്. ഈ 4 ടോപ്പിക്സിനെയും എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ട് പഠിക്കാം. പാക്കേജസ് ഒരു എസ്സേ ആയിട്ട് പഠിക്കാനായിട്ട് അറൌണ്ട് ഒരു 20 മിനിറ്റ്സ് മതിയാകും. അതുപോലെ ഇന്റർഫേസസ് പഠിക്കാനും അറൌണ്ട് ഒരു 20 മിനിറ്റ്സ് മതിയാകും. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗിനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് ചെക്ഡ് എക്സെപ്ഷൻ, അൺചെക്ഡ് എക്സെപ്ഷൻ, കൂടാതെ 5 കീവേഡ്സ് ഉണ്ട്. ട്രൈ, ക്യാച്ച്, ത്രോ, ത്രോസ്, ഫൈനലി. ഇവിടെ ത്രോ, ത്രോസ് ആ 2 കീവേഡ്സിന്റെയും യൂസസ് അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. അതുപോലെ ട്രൈ, ക്യാച്ച്, ബ്ലോക്ക്, പിന്നെ ഫൈനലി, ബ്ലോക്ക്. ഫൈനൽ നേരത്തെ പറഞ്ഞു, ഫൈനലി ബ്ലോക്ക് ഇവിടെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. കൂടാതെ നമ്മുടെ IO, ഇൻപുട്ട് ബാർ ഔട്ട്പുട്ട്. ഇൻപുട്ട് ഔട്ട്പുട്ടിനകത്ത് സ്ട്രീംസ്, അവിടെ ബൈറ്റ് സ്ട്രീംസ്, ക്യാരക്ടർ സ്ട്രീംസ്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും എല്ലാ ടോപ്പിക്സും ആയിരുന്നു. സത്യത്തിൽ ഇതിനകത്തുള്ള എല്ലാ ടോപ്പിക്സും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടായിരിക്കും. ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ നമുക്ക് ഇതിനകത്ത് ഒന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കൂടാതെ നമുക്ക് ആകെ 5 മൊഡ്യൂൾസ് മാത്രമേ ഉള്ളൂ. ഈ 5 മൊഡ്യൂൾസിനകത്ത് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് പാസ് ആകണമെങ്കിൽ നിങ്ങൾ 3 മൊഡ്യൂൾസ് വളരെ ഭംഗിയായിട്ട് പഠിച്ചിരിക്കണം. ജാവയിൽ നമുക്ക് ഓർഡർ മാറ്റി ഒന്നും പഠിക്കാൻ പറ്റില്ല. മൊഡ്യൂൾ വൈസ് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോയാലേ പറ്റത്തുള്ളൂ. സോ ഈ 3 മൊഡ്യൂൾസിനകത്തും എല്ലാ കാര്യങ്ങളും മസ്റ്റ് ആയിട്ട് പഠിക്കുക. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗിനകത്ത് മൾട്ടിപ്പിൾ ക്യാച്ച്, നെസ്റ്റഡ് ട്രൈ, യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻ, ഈ ടോപ്പിക്സും കൂടെ കൃത്യമായിട്ട് പഠിച്ചു. മൊഡ്യൂൾ 4 മൊഡ്യൂൾ 3 പറഞ്ഞതുപോലെ തന്നെ മൊഡ്യൂൾ 4 4 ടോപ്പിക്സ് ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ടോപ്പിക്സ് ആണ്. ഇവന്റ് ഹാൻഡ്ലിംഗ്, മൾട്ടി ത്രെഡിംഗ്, കളക്ഷൻ ഫ്രെയിംവർക്ക്, സ്ട്രിംഗ് ക്ലാസ്, ഡെലിഗേഷൻ ഇവന്റ് മോഡൽ. ജാവയ്ക്കകത്ത് യൂസ് ചെയ്യുന്ന മോഡലാണ് ഡെലിഗേഷൻ ഇവന്റ് മോഡൽ. സോഴ്സ് ലിസണർ, അതെന്താണ്, അവരുടെ വർക്കിംഗ് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു വെക്കുക. അതിനകത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് ഇന്റർഫേസസ് ഒക്കെ ഉണ്ട്. ആ ഇന്റർഫേസസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഇവന്റ് സോഴ്സസ് എന്തൊക്കെയാണെന്ന് പഠിക്കുക, ഇവന്റ് ലിസണേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കുക. ഓക്കെ, അവരുടെ രജിസ്ട്രേഷൻ മോഡ് ഉണ്ട്, അതെങ്ങനെയാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് പഠിക്കണം. അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അതും എനിക്ക് തോന്നുന്നു അവർ തിയറട്ടിക്കലി പഠിക്കാനായിട്ട് അതൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മതിയാകും. ഇവന്റ് ഹാൻഡ്ലിംഗിന്റെ ഒരു പ്രോഗ്രാം മാത്രമായിട്ട് ഒരിക്കലും ചോദിക്കത്തില്ല. കാരണം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല. അത് അടുത്ത മൊഡ്യൂളിനകത്ത് സ്വിംഗിന്റെ പ്രോഗ്രാം ഒക്കെ വരുന്ന സമയത്ത് അവിടെ നമുക്ക് ഇവന്റ് ഹാൻഡ്ലിംഗും കൂടെ അപ്ലൈ ചെയ്യേണ്ടി വരും. സോ ഇവന്റ് ഹാൻഡ്ലിംഗ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രോഗ്രാം ഇല്ലാതെ തിയറി പാർട്ട് മാത്രമായിട്ട് പഠിച്ചു പോകാം. നെക്സ്റ്റ്, മൾട്ടി ത്രെഡിംഗ്. മൾട്ടി ത്രെഡിംഗിനകത്ത് ആദ്യം എന്താണ് ഈ ത്രെഡ്, മൾട്ടി ത്രെഡിംഗ് എന്താണെന്ന് പഠിക്കുക. അതുപോലെ തന്നെ ത്രെഡിന്റെ ലൈഫ് സൈക്കിൾ പഠിച്ചു വെച്ചേക്കുക. അതിനകത്ത് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് പഠിച്ചു വെച്ചേക്കുക. ഹൗ ക്യാൻ വി ക്രിയേറ്റ് എ ത്രെഡ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് 2 രീതിയിൽ ത്രെഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. യൂസിങ് റണ്ണബിൾ ഇന്റർഫേസ് ഓർ യൂസിങ് ത്രെഡ് ക്ലാസ്. ആ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കുക. ത്രെഡിന്റെ അത് സിംഗ്രണൈസേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രോഗ്രാം സഹിതം പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. സോ ഇതിന്റെ പ്രോഗ്രാംസും കൂടെ മസ്റ്റ് ആയിട്ട് പഠിക്കണം. നെക്സ്റ്റ്, കളക്ഷൻ ഫ്രെയിംവർക്ക്. ഇതിനകത്ത് ഒത്തിരി ഇന്റർഫേസസ് ഉണ്ട്. കളക്ഷൻ ഇന്റർഫേസ്, ലിസ്റ്റ് ഇന്റർഫേസ്, അങ്ങനെ കുറച്ച് ഇന്റർഫേസസ് കണ്ടെയ്ൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കാം. ഇവിടെ പ്രോഗ്രാംസിന്റെ പുറകിൽ പോയില്ല എങ്കിലും തിയറി എങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം.
ഈ കളക്ഷൻ ഫ്രെയിംവർക്കിന്റെ കേസിലും അതുപോലെ തന്നെ സ്ട്രിംഗ് ക്ലാസിന്റെ കേസിലൊക്കെ കൃത്യമായിട്ട് എക്സാമ്പിൾസ് ആയിട്ടും പഠിക്കണം. അതായത് എൻ്റയർ പ്രോഗ്രാം പഠിക്കേണ്ട, പക്ഷെ ആ ഒരു പ്രോഗ്രാം സെഗ്മെന്റ് വരുമല്ലോ, ആ സെഗ്മെന്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. ഇവിടെ സ്ട്രിംഗ് ക്ലാസിന്റെ അകത്തൊക്കെ ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. ഇപ്പൊ കെയർ അറ്റ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലെങ്ത് ഫൈൻഡ് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. ഇനി ഈക്വൽസ് കമ്പാരിസന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഈക്വൽസ്. അവിടെ ഈക്വൽസ് മെത്തേഡ് ഉണ്ട്, ഈക്വൽ ടു യൂസ് ചെയ്ത് ചെയ്യാം. അപ്പൊ അവരുടെ ഡിഫറൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കും. ഫൈനലി മൊഡ്യൂൾ 5. മൊഡ്യൂൾ 4 കഴിയുമ്പോൾ നമ്മുടെ എനർജിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ടായിരിക്കും. ജാവ അത്ര സിമ്പിൾ അല്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. മൊഡ്യൂൾ 5 പഠിക്കാൻ സമയമുണ്ടെങ്കിൽ പഠിക്കാം. അതിനകത്ത് ആകെ വരുന്നത് സ്വിങ്ങും JDBC ആണ്. സ്വിങ്ങിനകത്ത് സ്വിങ്ങിന്റെ ഫീച്ചേഴ്സ്, പ്രോപ്പർട്ടീസ് ചോദിക്കാം. അതുപോലെ സ്വിങ്ങിനകത്ത് ക്ലാസ് ഹയറാർക്കി ഉണ്ട്, അത് ചോദിക്കാം. കൂടാതെ സ്വിങ് കൺട്രോൾസ് ഉണ്ട്. J ലേബൽ, J ഫ്രെയിം, J ടെക്സ്റ്റ് ഫീൽഡ്, അതുപോലെ ബട്ടൺ. ഇത്രയും കൺട്രോൾസ് നിങ്ങളുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് മെൻഷൻ ചെയ്യുന്ന ഉദ്ദേശം കൂടെ പറഞ്ഞുതരാം. ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഒരു യൂസർ ID പാസ്വേഡ് ഒക്കെ കൊടുത്തിട്ട് അത് ലോഗിൻ ചെയ്ത് കാണിക്കാനുള്ള അങ്ങനെയുള്ള ഒരു ചെറിയൊരു പ്രോഗ്രാം ഒക്കെ ഇത് വെച്ചിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കൺട്രോൾസ് മാത്രമായിട്ട് സിലബസിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ ഒരു പ്രോഗ്രാം കൂടി പഠിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു പ്രോഗ്രാം കൂടി പഠിച്ചു വെച്ചേക്കാം. ഇവിടെയായിരിക്കും ഇവന്റ് ഹാൻഡ്ലിങ്ങും അതുപോലെ ലേഔട്ട് മാനേജേഴ്സ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. ലേഔട്ട് മാനേജേഴ്സ് എന്താണെന്ന് സ്വിംഗ് പഠിക്കുമ്പോൾ ലേഔട്ട് മാനേജേഴ്സിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കൺട്രോൾസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ ഒരു ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് കൺട്രോൾസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ യൂസ് ചെയ്യുന്ന സംഗതിയാണ് ലേ ഔട്ട് മാനേജേഴ്സ്. ഓക്കെ, അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതിൽ സ്വിങ്ങിനകത്ത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രോഗ്രാം പഠിക്കുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ലാസ്റ്റ് വരുന്ന ടോപ്പിക് ജാവ ഡാറ്റാബേസ് കണക്ടിവിറ്റി, JDBC. JDBCയുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എങ്ങനെയാണ്, അതുപോലെ ഒരു JDBCയുടെ പ്രോഗ്രാം. 5 മൊഡ്യൂൾസ് പഠിക്കുമ്പോൾ ഫസ്റ്റ് 3 മൊഡ്യൂൾസും ഒരു കോംപ്രമൈസ് ഇല്ലാതെ പഠിക്കുക. ക്ലാസ് കോൺസെപ്റ്റ്, ഇൻഹെറിറ്റൻസ്, അതുപോലെ മെത്തേഡ് ഓവർ റൈഡിംഗ്, മെത്തേഡ് ഓവർലോഡിംഗ്. ഇത് 2 പോളിമോർഫിസത്തിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ക്ലാസ് കോൺസെപ്റ്റും പോളിമോർഫിസവും ഇൻഹെറിറ്റൻസും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞ ഒബ്ജക്ട് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈൻ, അത് മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ 3 മൊഡ്യൂൾസ് ആദ്യം നന്നായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞ് 4ാമത്തെ മൊഡ്യൂൾ കൂടെ പഠിക്കുക. ഓക്കെ, 4 മൊഡ്യൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഷുവർ ആയിട്ട് പാസ്സാകും. റാൻഡം ആയിട്ട് പഠിക്കരുത്. ഈ സബ്ജക്ട് അങ്ങനെ പഠിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റേ അല്ല. 3 മൊഡ്യൂൾ കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ ജസ്റ്റ് പാസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതൊരു ബൗണ്ടറി ആണ്. ചിലപ്പോൾ ബാക്കിലേക്ക് വിടാം, ഫെയിൽ ആകാം, ചിലപ്പോൾ ഫ്രണ്ടിലേക്ക് പോവാം, പാസ്സാകാം. അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ 4 മൊഡ്യൂൾസ് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, 5ാമത്തെ മൊഡ്യൂൾ സമയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് സൗകര്യപൂർവ്വം പിന്നീട് പഠിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കട്ടെ. ഒരു കാര്യം കൂടെ പറയട്ടെ, എങ്ങനെ ടൈം മാനേജ് ചെയ്ത് എക്സാം എഴുതാം, ടൈം നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ എങ്ങനെ നിങ്ങൾക്ക് എക്സാം എഴുതാം, അങ്ങനെ ഒരു ടോപ്പിക് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതുന്ന സമയത്ത് അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.